പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ്. വാൾ കൊണ്ട് കുത്തുന്നത് പോലെ മൂർച്ചയോടെ സംസാരിക്കുന്നവർ ഇന്നുണ്ട്. ജ്ഞാനികളുടെ നാവോ സൗഖ്യം നൽകുന്നു. സദൃശവാക്യം 12:18. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. തെറ്റായി ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. എന്തിന്? മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ പലരെയും ആത്മഹത്യയിലേക്ക് പോലും നയിക്കും. മൂർച്ചയേറിയ വാളിനേക്കാൾ മാരകമാണ് മനുഷ്യന്റെ നാവ് എന്നൊരു പറച്ചിൽ തുർക്കികൾക്കിടയിൽ പരിചിതമാണ്. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ എഴുതിയിട്ട് നിനക്ക് ഒരു ഡോക്ടറേറ്റ് നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് വെറും മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് 1905 ബേൺ യൂണിവേഴ്സിറ്റി അധികാരികൾ ആ യുവാവിന്റെ PhD പ്രബന്ധം തള്ളിക്കളഞ്ഞു. നിരാശയിലും അപകർഷയിലും വേണമെങ്കിൽ ഈ യുവാവിന് കഴിയാമായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ നിരാശപ്പെടുത്തുന്ന വാക്കുകളെ അവഗണിച്ച് പ്രവർത്തിച്ചതിനാൽ ചില വർഷങ്ങൾക്കുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി ഈ യുവാവ് വളർന്നു വന്നു. അദ്ദേഹമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള വാക്കുകളെ കേട്ട് നിരൂപാധികം തളർന്നവരായി ക്ഷീണിച്ചവരായി മുൻപോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ദൈവം പറയുന്നതാകുന്ന വാക്കുകളെ ശ്രദ്ധിച്ചും ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ചും ധൈര്യത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ഇടയായാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ യഥേഷ്ടം നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അതല്ലേ ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാർഗം. അത് കണ്ടുപിടിക്കേണ്ടതിനും അതിൻ പ്രകാരം ജീവിക്കേണ്ടതിനും പിൻപറ്റേണ്ടതിനുമായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.